ദൈവമേ വടിയായ അളിയ ഇപ്പൊ എല്ലാം ശരിയായ ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ ശരിക്കിരുത്ത് ചങ്കി ചെല്ലട്ടെ ഇരുത്ത് All the dreams like tingle stars. The tingle stars like glowing gems. എപ്പോ? But the gems are floating like gems and sperms. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അളിയൊരു 2 പപ്പ് നോക്കട്ടെ. Hi, beautiful people. I am sorry, Aliya. I am sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഡോണ്ട് മാഷേ, എന്റെ മാഷേ, പത്മനാഭ മാഷേ, എന്താണ് നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു. അവസാനം കഞ്ചാവ് വീടിനെ കൊടുത്തു. എന്താ കഞ്ചാവ് വീട്? നീ എന്താണ് പറയുന്നേ? മാഷേ, ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. എന്തൊക്കെയാ ചേട്ടാ ഈ പറയണേ? മാഷേ, മാഷിന്റെ മോളിലെ എന്റെ ഭാര്യ, അവളാണ് ഈ ട്രിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഓമന കുട്ടേട്ടാ, ഇന്ദുലേഖേ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. ഇന്ദുലേഖയോ? നീയാണ് ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴപ്പിച്ചിന്ദുലേഖ. നീയും എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെയാ ഈ പറയണേ? മിസ് ഇന്ദുലേഖേ, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. അച്ഛാ പറയണ കേട്ടില്ലേ അച്ഛാ? നീ വിഷമിക്കാതെ, ഇതിപ്പ ശരിയാക്കി തരാം. കുഞ്ഞവരാ, ഇപ്പൊ വരാം. എന്ത് പണ്ടാലുള്ള മനുഷ്യരെ കൂടെ പണിയും ചെയ്യിപ്പിക്കൂലെന്ന് വെച്ചാ ഇത് നിസ്സാര കാര്യമാ. കുഞ്ഞവര വരട്ടെ. മാഷത്തെ വിളിച്ച കുഞ്ഞവര, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം. മാഷ നല്ല കാശല്ലേ? അതല്ലടോ, പിന്നെ കഞ്ചാവ് വലിച്ച് തലക്ക് പിടിച്ചാ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? ആഹാ, അതിനാണ്. അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താ മതി. ആക്ക മാഷിനെ അല്ലടോ, അതായിരിക്കണോ. പോകാം. ഹംസ ഇന്ദുലേഖയുടെ ആങ്ങളെയല്ലേ? അയ്യോ, അച്ഛ പിന്നെ ഇന്ദുലേഖ അല്ലേ? ഇന്ദുലേഖ അയ്യോ.